ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ആലു പൊറോട്ട ഉണ്ടാക്കാം. അപ്പോൾ അതിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം നമ്മുടെ ആലു, അതായത് പൊട്ടറ്റോ എടുക്കുക. ഞാൻ വലിയ 2 പൊട്ടറ്റോയാണ് എടുത്തേക്കുന്നത്. നന്നായി കഴുകിയിട്ട് ഇത് നടുക്ക് വെച്ച് ഒന്ന് മുറിച്ച് കൊടുക്കുക. മുറിച്ച് മാറ്റണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒരു ഇട്ടിരുന്നാൽ മതി. എന്നിട്ടത് കുക്കറിലിട്ട് 2 വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കുക. അപ്പോഴത്തേനും നമുക്ക് ചപ്പാത്തിക്ക് വേണ്ടി മാവ് കുഴക്കണം. 2 കപ്പ് മാവാണ് ഞാൻ എടുത്തേക്കുന്നത്. 2 കപ്പ് മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴിച്ച് വെള്ളവും ഇട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതിൽ ഞാൻ മാവ് അളന്നെടുത്ത അതേ കപ്പിലെ വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. ഫുള്ള് വേണ്ട, ഒരു 3/4 മതിയായിരുന്നു എനിക്ക്. കുഴച്ച് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്ക് മസാലയ്ക്ക് വേണ്ടി 3 മീഡിയം സൈസിലെ ഉള്ളിയും 3 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേന് നമ്മുടെ പൊട്ടറ്റോ എല്ലാം വെന്ത് നന്നായിട്ട് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. കൈ വെച്ച് വേണമെങ്കിൽ ഇത് ഉടയ്ക്കാം. ഞാൻ ഒരു മാഷർ വെച്ചാണ് ഉടയ്ക്കുന്നത്. ഇത് ചെറിയ ചൂടുണ്ടായിരുന്നു. അപ്പോൾ മാഷ് ചെയ്ത് നമ്മൾ പൊട്ടറ്റോ മാറ്റി വയ്ക്കുക. ഇനി ഒരു പാൻ അടുപ്പ് വെച്ച് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക കേട്ടോ. വെളിച്ചെണ്ണ വേണ്ട, സൺഫ്ലവർ ഓയിൽ മതി. അപ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകിടുക. കടുകിട്ട് പൊട്ടുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ഇട്ട് സോട്ട് ചെയ്യുക കേട്ടോ. ഇതിന് കടുക് പൊട്ടിക്കുമ്പോൾ നമ്മൾ വറ്റൽമുളകൊന്നും ഇടണ്ട. കാരണം നമ്മൾ ചപ്പാത്തി ഇങ്ങനെ പരത്തുമ്പോൾ അത് കൊണ്ട് മുറിഞ്ഞത് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വറ്റൽമുളകിൻ്റെ ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ എരിവിന് പച്ചമുളക് ഇടുന്നുണ്ട്. അപ്പം പച്ചമുളക് ഇഞ്ചിയും കൂടെ ജസ്റ്റ് സോട്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ നമ്മുടെ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ഇടുക. ഞാനിത് ചോപ്പറിലാണ് ചോപ്പ് ചെയ്തേക്കുന്നത്. നിങ്ങൾ സാധാരണ കൊത്തി അരിഞ്ഞാലും മതി. അതും ഉപ്പിട്ട് നന്നായിട്ട് വഴട്ടുക കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഈ പാത്രം ഒന്ന് മാറ്റുന്നുണ്ട്. കാരണം പൊട്ടറ്റോ ഇടുമ്പോൾ കളയുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് പാത്രം മാറ്റി കേട്ടോ. എന്നിട്ട് നമ്മുടെ സവാളയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമ്മളൊരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം പൊട്ടറ്റോ ഇടുമ്പോൾ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഇട്ടേക്കുന്നത് കേട്ടോ. പൊട്ടറ്റോ ചെയ്യുമ്പോൾ അത് ബാലൻസ് ചെയ്തോളൂ. എന്നിട്ട് മാഷ് ചെയ്ത പൊട്ടറ്റോ നമ്മളിതിലേക്ക് ഇടുക. പൊട്ടറ്റോ ഓൾറെഡി വെന്തിരിക്കുന്നുണ്ട്, നമുക്ക് കൂടുതൽ വേവേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് മസാലയെല്ലാം പിടിക്കുന്നിടം വരെ ജസ്റ്റ് ഒന്ന് ഇളക്കിയെല്ലാം കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയില ഇതിലേക്ക് അരിഞ്ഞിടുക. എൻ്റെ ഫ്രഷ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഒരു കളർ ചേഞ്ച്. തോനെ മല്ലിയിലിട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല റെഡി, നമ്മൾ മാറ്റി വെച്ചു. ഇനി നമുക്ക് നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന ചപ്പാത്തിയുടെ മാവ് നമുക്ക് പരത്തിയെടുക്കാം. ഞാൻ 2 ചപ്പാത്തി ആദ്യം പരത്തിയിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഒരു ചപ്പാത്തിയുടെ മുകളിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഫില്ലിങ് വയ്ക്കുക. അടുത്ത ചപ്പാത്തി അതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. എഡ്ജസ് എല്ലാം നല്ലതായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ കൈ കൊണ്ട് പ്രസ് ചെയ്താൽ അങ്ങ് ഒട്ടിക്കോളും കേട്ടോ. അതിനുശേഷം നമ്മൾ വളരെ സോഫ്റ്റായിട്ട് ഈ ചപ്പാത്തി നന്നായിട്ട് ഒന്നും കൂടെ പരത്തിയിടുക. ഹാർഡായിട്ട് പരത്തേണ്ട, സോഫ്റ്റായിട്ട് പരത്തിയാൽ മതി. അതിൻ്റെ എഡ്ജെല്ലാം കനം കുറച്ച് വേണം പരത്തിയെടുക്കാൻ. എന്നിട്ട് നമ്മുടെ പാൻ ചൂടായിട്ട് തവയുണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ചപ്പാത്തി ഇട്ട് കൊടുക്കുക. 2 സൈഡും ഒന്ന് ചൂടായി വരുമ്പോൾ അതിനകത്ത് ഞാൻ നെയ്യാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഓയിലാണെങ്കിൽ ഓയിൽ ഉപയോഗിക്കാം. കുറച്ച് നെയ്യാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. എന്നിട്ട് നമുക്ക് 2 സൈഡ് ഇതുപോലെ നെയ്യ് തടവി ചുട്ടെടുക്കാം കേട്ടോ. ഇത് 2 ചപ്പാത്തി ഓൾറെഡി ഉണ്ട് അടിയിലും മുകളിലും. അപ്പോൾ ഇത് ഒരെണ്ണം മതി ഒരാൾക്ക് കഴിക്കാൻ കേട്ടോ. ഞാനിപ്പോൾ 2 എണ്ണം ചുടുന്നുണ്ട്. പിന്നെ വേറൊരു മെത്തേഡുണ്ട്, അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിങ്ങനെ ഒരു ഓറഞ്ച് വലുപ്പത്തിൽ മാവെടുത്തിട്ട് അതിനകത്തേക്ക് ഇത് ഫില്ല് ചെയ്തിട്ട് നല്ലതായിട്ട് ഇൻസൈഡിലാക്കിയിട്ട് പൊട്ടിയൊന്നും പോകാത്ത വിധത്തിൽ നന്നായിട്ട് ഉരുട്ടിയെടുത്ത് പരത്തി ഇങ്ങനെയും ചെയ്യാം കേട്ടോ. എനിക്ക് പക്ഷേ കുറച്ചുകൂടെ ഇതായിട്ട് തോന്നിയത് ആദ്യം ഉണ്ടാക്കിയതാണ്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. എൻ്റേത് പൊട്ടി, 2 എണ്ണം ഉണ്ടാക്കി 2 എണ്ണം പൊട്ടി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് പൊട്ടാതെ ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഏതാണെന്ന് ഉചിതമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. അപ്പം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി ഇത് ഒരെണ്ണം തന്നെ കഴിക്കുമ്പോൾ വയറ് നിറയും. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ വെച്ചിട്ടുണ്ട്. അത് ഉരുവി വരുമ്പോൾ അതും കൂടെ ടേസ്റ്റാണ്. പിന്നെ നമുക്ക് കുറച്ച് തൈര്, കറി വേണ്ടുന്നവർക്ക് കറിയുടെ ആവശ്യമില്ല, കാരണം ഓൾറെഡി ഇതിനകത്ത് മസാലകളുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞാനെങ്കിലും കുറച്ച് തൈരും കുറച്ച് അച്ചാറും എടുത്തത്. മാങ്ങ അച്ചാറാണെങ്കിൽ അത്രയും ടേസ്റ്റ്, പക്ഷേ എൻ്റെ ഇല്ലാത്തതുകൊണ്ട് നാരങ്ങ അച്ചാറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ എന്നും ചപ്പാത്തി കഴിക്കുന്നവർ ഒരു ദിവസം ഇതൊന്ന് മാറ്റി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഒരു കറിയൊന്നും ഇഷ്ടമില്ലാത്ത പിള്ളേർക്ക് ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുക. അടുത്ത വീഡിയോ കാണും വരെ ബൈ. താങ്ക് യു.